പറയാനും മാനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനെ. എന്റെ കരളിന്റെ ഒരു കങ്ങളറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെന്റെ തമ്പുരാനെ. എല്ലാം അറിയും നാഥ, എന്നിൽ ഗുണവും നൽകും നാഥ, സമൂഹത്തിലും വാഴ്ത്തുന്നേ ഞാൻ നിന്നെ വാഴ്ത്തുന്നേ, ശുക്രുമുറയുന്നേ മനഃശാഹിദി ഷാഹിദ് ഹംദി. അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി. അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്തു. അള്ളാഹുവിന് സ്തുതി, എനിക്ക് തെറ്റ് പറ്റി. ഞാൻ ഇന്ന് അത് അർഹിക്കുന്ന ഒരാൾക്ക് ദാനം നൽകും. അദ്ദേഹം കുറച്ച് പണം ഒരാൾക്ക് കൊടുത്തു. പിറ്റേ ദിവസം ആളുകൾക്കിടയിൽ ഇതിനെക്കുറിച്ച് ഭയങ്കര സംസാരം. ഇദ്ദേഹം ഒരു പണക്കാരൻക്കാണ് ദാനം നൽകിയെന്ന് അവർ പറഞ്ഞു കളിയാക്കി. അദ്ദേഹത്തിന് ഭയങ്കര മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഒരു വൃദ്ധ ഭാരമുള്ള ഒരു ചുമട് തലയിൽ വെച്ച് വളരെ പ്രയാസപ്പെട്ട് നടന്നു പോകുന്നത് കണ്ടു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അപ്പോൾ വളരെയധികം വിഷമം തോന്നി. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓടിച്ചെന്ന് ആ വൃദ്ധയുടെ തലയിൽ നിന്നും ആ ചുമട് സഫ മറുവ പാദത്തിന്റെ ഇതേ കുത ഓതി. പിന്നെ അവൻ അവശയായി. പിന്നെ കുഞ്ഞിന്റെ അടുത്ത് പോയപ്പോ ഒരു അത്ഭുതം കണ്ടു. കുഞ്ഞ് കാല് തട്ടിയ സ്ഥലത്ത് വെള്ളം വീഴുന്നു. ഓടിച്ചെന്ന് സംസം അതങ്ങ് പറഞ്ഞു. ആ വെള്ളം നിൽക്കാൻ തുടങ്ങി. എന്നിട്ട് തടങ്കെത്താൻ തുടങ്ങി. അപ്പോൾ ഉണ്ടാവുന്ന ചെറിയ വെള്ളപ്പാച്ചിൽ കുളിക്കാനും തത്തിക്കളിക്കാനും ചിഹ്നവും കൂട്ടുകാരും പറന്നെത്തും. പ്ലും പ്ലും തത്തിക്കളിച്ചിടാം, പ്ലും പ്ലും മുങ്ങി കുളിച്ചിടാം, വാ വാ പാടി വിളിച്ചിടാം, കാക്ക പാടി വളർന്നിടാം. ഇങ്ങനെ പാട്ടും പാടി ആമിയവരുടെ കുളിയും നോക്കി രസിച്ചു നിൽക്കും. രണ്ട് നീർനായ്ക്കൾ താമസിച്ചു. അവർ എപ്പോഴും വഴക്ക് കൂടുമായിരുന്നു. അവർ ഒരു ദിവസം ഒരു മീനിനെ പിടിച്ചു. അപ്പൊ ഒന്നാമൻ പറഞ്ഞു ഇത് എന്റേതാണ്. രണ്ടാമൻ പറഞ്ഞു ഇത് എന്റേതാണ്. ഒന്നാമൻ പറഞ്ഞു ഞാനാണ് ഇതിനെ കണ്ടത്, അതുകൊണ്ട് ഇത് എന്റേതാണ്. പറഞ്ഞു അതും നല്ലത് തന്നെ. ഉടനെ രാജാവിന്റെ പടന്മാർ മന്ത്രിയെ കൊണ്ടുപോയി ജയിലിൽ അടച്ചു. രാജാവ് പോയിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് സിംഹം രാജാവിന്റെ പടന്മാര് 4 ചുറ്റുമരത്തിന്റെ മുകളിൽ പോയി. ഒരു പാവൻ കൃഷിക്കാരനുണ്ടായിരുന്നു. ആ പാവൻ കൃഷിക്കാരന്റെ പേരാണ് രാമു. രാമുവിനൊരു താറാവുണ്ടായിരുന്നു. ഒരു ദിവസം രാമുവിന്റെ താറാവ് മൊട്ടിട്ടു. സ്വർണ്ണമുട്ട. രാമു നെട്ടിപ്പോ
കുരുവിക്കഥയിലൊരു കൂടുണ്ട്, കാട്ടിൽ നല്ലൊരു മൗണ്ട്. കുരുവിക്കഥയിലൊരു കൂടുണ്ട്, കൂട്ടിൽ മക്കൾ ഉറങ്ങുന്നു, കൂടെ ഒരു കുരുവിയിരിക്കുന്നു. കൂട്ടിൽ മക്കൾ ഉറങ്ങുന്നു, കൂടെ ഒരു കുരുവിയിരിക്കുന്നു. കാറ്റും മഴയും കൊള്ളാതെ കുഞ്ഞുങ്ങൾക്ക് വിശക്കാതെ, കാറ്റും മഴയും കൊള്ളാതെ കുഞ്ഞുങ്ങൾക്ക് വിശക്കാതെ. നമ്പർ ഒന്നാണ്, കുടക്കിക്കാലൊന്നാണ്, ഒന്നും രണ്ടാണ്, നമുക്ക് കൈകൾ രണ്ടാണ്. രണ്ട് ഒന്നും മൂന്നാണ്, തെങ്ങുകൾ മൂന്നാണ്, മൂന്നൊന്നും നാലാണ്. ചില ആളുകൾ, ചില സ്ഥലങ്ങൾ, ചില വസ്തുക്കൾ നമ്മളുടെ മനസ്സിൽ നല്ലോണം കഴിക്കും. ചിലത് വെറുക്കുന്നത്. COVID-19 വെറുപ്പാണ്. ഒരു വാക്ക് പോലെ ടീച്ചർമാരോടും കുട്ടികളോടും യാത്ര പറയാതെ സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോവേണ്ടി വന്നു. നല്ല തുടക്കമായി നടത്തിയ വർഷം ഒതുക്കം കൊറോണയുടെ രൂപത്തിൽ വന്ന് തകർത്ത് കളഞ്ഞു. വണ്ടുകളില്ല, ആളുകളില്ല, പല്ലുകളില്ല, കടകളില്ല, ഒന്നുമില്ല. പ്രാർത്ഥനയും ആരാധനയും ഒരു മുറിക്കുള്ളിൽ. പല രാജ്യങ്ങളും ഈ മഹാമാരിക്ക് മുമ്പിൽ പകച്ചു നിൽക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ ദിവസേന മരിച്ചു വീഴുന്നു. ചൈനയിലെ വുഹാൻ എന്ന പ്രദേശത്ത് തുടങ്ങിയ ഈ ലോകം മുഴുവനും ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ മഹാമാരി ഇന്ന് നമ്മുടെ പടിവാതിലിലേക്കും എത്തി. ഈ വൈറസിന് മുമ്പിൽ നമ്മുടെ ഈ ഭൂമുഖവാതിൽ ശക്തമായി അടച്ചേ മതിയാവും. ഇന്ന് ലോകം ഒത്തൊരുമിച്ച് COVID-19 പൊരുതി തോൽപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ്. വിവിധ രാജ്യങ്ങൾ രോഗബാധയേറ്റവരെ പ്രത്യേകം ചികിത്സ ചെയ്യുന്നുണ്ട്. തൊണ്ടവേദന, ചുമ, ജലദോഷം ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. പ്രായമായവരിലും കുട്ടികളിലും ഇത് വേഗം പകരും. അത് കാരണം കൈ കഴുകി മാസ്ക് ധരിച്ച് ഇതിനെ അകറ്റി നിർത്താം. മറ്റുള്ളവരിലായിട്ടും 1 മീറ്റർ അകലം പാലിക്കണം. ഇതിലൂടെ നമുക്ക് ഈ അസുഖത്തിനെ ഇല്ലാതാക്കാം. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, ബ്രേക്ക്